കോഴിക്കോട് തിക്കോടിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 3 പേർ തിരയിൽപ്പെട്ട് മരിച്ചു. വയനാട് സ്വദേശികളായ വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത്. AK ലതീഷ് ഉണ്ട് വിവരങ്ങളുമായി. ലതീഷ്, ഇതെപ്പോഴാണ് സംഭവിച്ചത്? ഇപ്പോൾ അവരുടെ ഈ മൃതദേഹമൊക്കെ കരയ്ക്ക് എത്തിക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? നന്ദു, 5 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. 22 പേരാണ് കൽപ്പറ്റയിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി തിക്കോടിയിൽ ബീച്ചിലെത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 5 യുവാക്കൾ കടലിൽ കുളിക്കാൻ ഇറങ്ങിയതാണ്. അവരാണ് തിരയിൽപ്പെട്ടത്. അതിൽ 5 പേർ തിരയിൽപ്പെട്ടു, 3 പേർ മരിച്ചു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്നത്. 2 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരമാണ് എന്നും ആശുപത്രിയിൽ നിന്നും വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും രക്ഷപ്പെടുത്തിയ ആളുകളെയും 3 പേരുടെ മൃതദേഹവും നിലവിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉടൻ തന്നെ മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇത് അവിടെ സാധാരണ കുളിക്കാൻ ഇറങ്ങുന്ന ഒരു ബീച്ച് തന്നെയാണെന്നാണ് നമുക്ക് പരിസരവാസികളിൽ നിന്നും അന്വേഷിച്ചപ്പോൾ വിവരം ലഭിച്ചത്. ആ നിലയിലാണ് ഇവർ കുളിക്കാൻ ഇറങ്ങിയത്. എന്നാൽ ശക്തമായ തിരയിൽപ്പെട്ട് ഇവർ കടലിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നാട്ടുകാരും ഇവരുടെ കൂടെയുള്ള ആളുകളും എല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പോലീസും ഫയർഫോഴ്സും എല്ലാം വളരെ വേഗത്തിൽ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് 2 പേരെ രക്ഷിക്കാനായത്. പരിക്കേറ്റവരും അല്ലെങ്കിൽ തിരയിൽപ്പെട്ട് രക്ഷപ്പെട്ടവരും മരിച്ച 3 പേരും ഓരോരുടെയും മൃതദേഹവും ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലുണ്ട്. പേര് വിവരത്തിൽ ചെറിയ സംശയമുണ്ട്. അതുകൊണ്ടാണ് തൽക്കാലം നമ്മൾ പേര് വിവരം നൽകാത്തത്. കൽപ്പറ്റ സ്വദേശികളായ വിനോദസഞ്ചാരികളായ ആളുകളാണ് തിരയിൽപ്പെട്ട് മരിക്കാനിടയായത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നന്ദു, ലതീഷ്, ഈ രക്ഷപ്പെടുത്തിയവരുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? അവർക്ക് ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥത അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ? ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം അങ്ങനെയാണ്. ശരി ലതീഷ്, ഇപ്പോൾ MLA പറഞ്ഞ പ്രകാരം ഇപ്പോൾ 4 പേർ മരിച്ചു എന്നാണ് ഈ അവസരത്തിൽ ലഭിക്കുന്ന വിവരം. മറ്റ് വിവരങ്ങൾ കൂടി. നന്ദു, MLA പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 2 യുവതികളും 2 യുവാക്കളും മരണപ്പെട്ടു. 5 പേരാണ് കടലിൽ കുളിക്കാൻ ഇറങ്ങിയത്. അതിൽ ഒരാൾ മാത്രമാണ്, ഈ സംഘത്തിൽപ്പെട്ട ഒരാൾ മാത്രമാണ് നിലവിൽ രക്ഷപ്പെട്ടത്. 3 പേരുടെ മൃതദേഹങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലായിരുന്നു എത്തിച്ചത്. അതിൽ 2 യുവതികളും 1 യുവാവും ഉണ്ട് എന്നാണ് MLA തന്നെ സ്ഥിരീകരിച്ചത്. അവർ ആശുപത്രിയിൽ ഉണ്ട് എന്ന് ഉള്ള വിവരം നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. MLA ആശുപത്രിയിലും ഈ സംഭവ ശരി ശരി AK ലതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് തിക്കോടി ബീച്ചിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. 4 പേർ മരിച്ചു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം.